നല്ലൊരു കൈയടി കൊടുക്കണം. നമ്മുടെ 20ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്ത ഒരു മത്സരമാണ് ഈ അവാർഡ്. അതിൽ നിന്നും ഏറ്റവും നല്ല സംഗീത കൂട്ടായ്മ പൂമരച്ചോട്. പോയ കാലത്തിൻ്റെ സ്മൃതിമലരുകൾ കൊഴിഞ്ഞു വീണ ഗാനവീഥിയിലൂടെ സഞ്ചരിക്കുകയും ഗതകാല ഗാനങ്ങളെ ഇളം തലമുറയ്ക്ക് ആസ്വാദ്യകരമാം വിധം പകർന്നു നൽകുകയും ചെയ്യുന്ന തിരൂരിൻ്റെ പൂമരച്ചോട് സംഗീത കൂട്ടായ്മയ്ക്ക് സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു ടീം ഗ്രാമഫോൺ. പൂമരച്ചോടിനുള്ള ക്യാഷ് അവാർഡ് സമർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുടുംബാംഗങ്ങളെ തന്നെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഒരു ചെറിയൊരു പ്രൊഫൈൽ ഇവിടെ കണ്ടു, ഇനി ഉണ്ട് അതിലൊരുപാട്. പക്ഷേ എങ്കിലും ആ സമയക്കുറവ് കാരണം അത് കുറച്ച് കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാനും കൂടുതൽ നീട്ടി പറയുന്നൊന്നുമില്ല. കാരണം ഇത്രയും നല്ലൊരു സദസ്സും അതിനെക്കാട്ടുപരി നല്ല ഓർക്കസ്ട്രയും നല്ല പാട്ടുകാരും ഗംഭീരമാകുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുൽത്താൻ ബത്തേരി ഈ ഒരു ഗ്രാമഫോൺ കൂട്ടായ്മ എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞ അസൂയ തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു അവാർഡ് ഞങ്ങൾക്ക് പ്രൊഫസർ രാജഗോപാൽ മെമ്മോറിയൽ അവാർഡ് ഈ പൂമരച്ചോടിന് നൽകിയതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം കൂടി. ഇനി ശരിക്കും പറഞ്ഞാൽ ഇനി ഞങ്ങളും ഇതുപോലെ വലുതാവണം. ഞങ്ങൾ ചെറിയൊരു കൂട്ടായ്മയാണ് ശരിക്കും പറഞ്ഞാൽ. 10 ശരിക്കും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 10 പേരും പുറമെ ഒരു 10-15 പേര് അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് സ്ട്രെങ്ത്ത്. എന്നിട്ടും ഞങ്ങൾക്ക് ഈ അവാർഡ് കിട്ടിയെങ്കിൽ ഞങ്ങൾ കുറച്ച് അഹങ്കരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും ഇതുപോലെ ആവണം എന്നുള്ള ഒരു തോന്നൽ എനിക്കിപ്പോൾ ആ സീറ്റിൽ വന്നിരുന്നപ്പോൾ എനിക്ക് തോന്നി. ഇവിടുത്തെ ഈ കൂട്ടായ്മയും ഇത്രയും ജനപങ്കാളിത്തമൊക്കെ കണ്ടപ്പോൾ എന്തായാലും ഗംഭീരം എന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അത്രയും നല്ലൊരു ഗാനമേളയാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾക്കും കുറച്ച് നേരം ഇരുന്ന് കേൾക്കണമെന്നുണ്ട്. ഞങ്ങൾക്ക് തിരൂരിലെത്തണം, എങ്കിലും ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കേട്ടിട്ടേ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവാർഡ് ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചതിലും ഞങ്ങൾക്ക് തന്നതിലും പൂമരച്ചോടിൻ്റെ പേരിലും ഞങ്ങളുടെയൊക്കെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഞങ്ങളുടെ എല്ലാവർക്കും ഇവിടെ ഞാനൊരു ക്ഷമാപണം കൂടി പറയുകയാണ്. എല്ലാവർക്കും എത്താൻ കഴിഞ്ഞില്ല. എന്താ പറയുക, ജോലിയുടെ തിരക്കുമൊക്കെ ആയിട്ട് പെട്ടെന്ന് എല്ലാവർക്കും കൊണ്ട് ഓടി വരാൻ കഴിഞ്ഞില്ല ആ സമയത്ത്. അതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു അതാണ് ഞങ്ങൾ 2-3 പേര് മാത്രമായിട്ട് എത്തിയത്. അപ്പോൾ അതിൻ്റെ ക്ഷമാപണം കൂടിയുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും വരുമായിരുന്നു വളരെ ജോളിയായിട്ട്. അതും ഇത്രയും നല്ല എന്താ പറയുക പ്രകൃതി ഭംഗി ആസ്വദിച്ച് വരാൻ പറ്റിയൊരു സ്ഥലവും എല്ലാം കൂടി ആയതുകൊണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങളത് 3 പേരിൽ ഒതുങ്ങിപ്പോയി. എങ്കിലും ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. ഈ ഒരു ഗ്രാമഫോൺ കൂട്ടായ്മയോടും ഇവിടുത്തെ ഓരോരുത്തരോടും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞങ്ങളുടെ പൂമരച്ചോടിൻ്റെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.